ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 10ഉം 13ഉം വയസ്സുള്ള ചെറിയ കുട്ടികളുടെ ഹൃദയത്തിൽ അള്ളാഹു എങ്ങനെയാ പതിഞ്ഞത്, അള്ളാന്റെ റസൂൽ എങ്ങനെയാ പതിഞ്ഞത്, അതിന്റെ 4/1 ഭാഗം വിശ്വാസം നമുക്കില്ല. നിങ്ങൾക്കറിയോ, സമൂറത്തുബിന് ജുന്ദബ, റാഫിഅബിന് ഖുദൈദ് എന്ന് പറയുന്ന 2 കുട്ടികൾ അള്ളാന്റെ റസൂല് യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള ആളുകളുടെ പേരുകൾ ഇങ്ങനെ ലിസ്റ്റിൽ എഴുതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാ. അങ്ങനെ പേരെഴുതി ഇങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ സഹാബാക്കളുടെ അരികിൽ വന്നുകൊണ്ട് അവരോട് പേര് ചോദിച്ച് അവരുടെ പേരിങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാ പേര്? തേങ്ങാച്ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകൂല്യം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നവരുടെ പേര് ഓരോ സഹാബത്തിന്റെ അരികിൽ വന്നുകൊണ്ട് അവരോട് പേര് ചോദിച്ച് പ്രവാചകൻ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് വരികയാ. 13 വയസ്സുള്ള ഒരു പിഞ്ചുബാലൻ, സമൂഹത്തുബിന് ജുന്ദബ എന്ന് പറയുന്ന പിഞ്ചുബാലൻ അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് മഹാനായ പ്രവാചകനോട് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിക്കൊണ്ടാക്കുന്ന സലാം പറഞ്ഞിട്ട് നബിയോട് പറയുന്നു, പ്രവാചകരെ, അങ്ങ് യുദ്ധത്തിനു വേണ്ടി പോകാൻ തയ്യാറെടുക്കുന്നവരുടെ പേരുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. യാ റസൂലല്ലാഹ്, എനിക്കും യുദ്ധത്തിന് വേണ്ടി വരാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എന്റെ പേര് കൂടെ രേഖപ്പെടുത്തണേ റസൂലേ. അള്ളാന്റെ റസൂലിന്റെ അരികിൽ വന്നുകൊണ്ട് 13 വയസ്സുള്ള ഈ കുട്ടി പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂൽ ആ കുട്ടിയെ ആകമാനമൊന്ന് നോക്കുകയാണ്. 13 വയസ്സേ ഉള്ളൂ, ഒരു മെലിഞ്ഞ കുട്ടിയാണ്, തീരെ ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയോട് അള്ളാന്റെ റസൂൽ ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, പൊന്നുമോനെ, നീ 13 വയസ്സല്ലേ ഉള്ളൂ, നീയാള് ചെറുതല്ലേ, നീ യുദ്ധത്തിന് വരണ്ട മോനെ. അള്ളാന്റെ റസൂൽ ആ കുഞ്ഞിനോട് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കും യുദ്ധത്തിന് വരണം നബിയേ. അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി, പോരാട്ടത്തിന് വേണ്ടി രണാങ്കണത്തിലേക്ക് ഇറങ്ങുന്ന ഇവരോടൊപ്പം, ഈ സഹാബാക്കളോടൊപ്പം രണാങ്കണത്തിലേക്ക് വരാൻ എനിക്കും ആഗ്രഹമുണ്ട് നബിയേ. എനിക്കും യുദ്ധം ചെയ്യണം നബിയേ, എനിക്കും ശത്രുക്കളുമായി പോരാട്ടത്തിലേർപ്പെടണം നബിയേ, എനിക്കും സ്വർഗത്തിൽ കിടക്കണം നബിയേ, എനിക്കും രക്തസാക്ഷിത്വം വഹിക്കണം നബിയേ എന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സമൂഹത്തോട് ജുന്ദബ എന്ന് പറയുന്ന 13 വയസ്സുള്ള കുട്ടി അള്ളാന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, വേണ്ട മോനെ, നിനക്ക് 13 വയസ്സേ ഉള്ളൂ, അതുകൊണ്ട് നീ വരണ്ട. റസൂലുള്ള പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞു, നബിയെ, എനിക്ക് അമ്പെയ്യാൻ അറിയാം, യുദ്ധം നടക്കുമ്പോ ഞാൻ എവിടെയെങ്കിലും മാറി നിന്നുകൊണ്ട് അമ്പ ചെയ്തുകൊള്ളാം, അതുകൊണ്ട് അതിനെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി റസൂലുള്ളാഹിനെ വിടാൻ ഭാവമില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, വേണ്ട മോനെ, നീ വരണ്ട, നീ ചെറിയ കുട്ടിയാതുകൊണ്ട് നീ വരണ്ട എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് സമൂറത്തുബിന് ജുന്ദബ അള്ളാന്റെ റസൂലിനോട് ചോദിക്കുക, നബിയേ, എനിക്ക് 13 വയസ്സേ ഉള്ളൂ, ഞാൻ ചെറുതാണ്, അതുകൊണ്ടാണല്ലോ എന്നെ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോകാത്തത്. എന്നാൽ എന്റെ അതേ പ്രായം തന്നെയുള്ള റാഫിഅബിന് ഖുദൈജിന്റെ പേരങ്ങയുടെ ലിസ്റ്റിലുണ്ടല്ലോ. സമൂറത്തുബിന് ജുന്ദബായ്ക്ക് 13 വയസ്സുള്ളത് കൊണ്ട് ആണല്ലോ എന്നെ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കുന്നത്. എന്നാൽ എന്റെ അതേ പ്രായം തന്നെയുള്ള റാഫിഅബിന് ഖുദൈജിന്റെ പേരങ്ങയുടെ ലിസ്റ്റിലുണ്ടല്ലോ. അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്ത്, നിന്റെ അതേ പ്രായം തന്നെയുള്ള ആളുടെ പേരെന്റെ ലിസ്റ്റിലുണ്ടെന്നോ? അതേ നബി, അങ്ങ് ആ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കുക. അള്ളാന്റെ റസൂൽ ലിസ്റ്റ് നോക്കുമ്പോൾ അതിൽ കിടക്കുന്നു റാഫിഅബിന് ഖുദൈജ്. ഉടൻ തന്നെ പ്രവാചകൻ പേര് വിളിച്ചു, ആരായി റാഫിഅ? ഉടൻ തന്നെ ഒരു കുട്ടി അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നു, റാഫിഅബിന് ഖുദൈജ്, ഞാനാണ് നബിയെ റാഫിഅ. അള്ളാന്റെ റസൂൽ നോക്കി, ശരിയാ, ഇവനും 10-13 വയസ്സേ ഉള്ളൂ, നീ എങ്ങനെയാണ് എന്റെ ലിസ്റ്റിൽ കയറി പറ്റിയത്? അള്ളാന്റെ റസൂൽ ആ കുട്ടിയോട് ചോദിച്ചു, എങ്ങനെയാ നീ എന്റെ ലിസ്റ്റിൽ കയറി പറ്റിയത്? ആ കുട്ടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് ഓരോ സഹാബാക്കളുടെ അരികിൽ വന്നിട്ട് അവരോടിങ്ങനെ പേര് ചോദിച്ച് അള്ളാന്റെ റസൂൽ അവരുടെ പേരിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ അരികിലേക്ക് വന്നപ്പോൾ ഞാൻ 2 സഹാബാക്കളുടെ ഇടയിലായി ഒരു ഉയർന്ന സ്ഥലത്ത് കയറി നിന്നിട്ട് എന്റെ പാദം കാലിൽ ഞാൻ ഉയർന്നു നിന്ന് പ്രവാചകരേ
ഞാനങ്ങനെ രണ്ട് സഹാബാക്കളുടെ ഇടയിൽ കയറി ഒരു ഉയർന്ന സ്ഥലത്തെന്റെ രണ്ട് പാദം കാലിൽ ഞാനിങ്ങനെ ഉയർന്നു നിന്നപ്പോൾ അങ്ങ് വിചാരിച്ചു ഞാനും ഒരു മുതിർന്ന ആളാണെന്ന് വിചാരിച്ച് എന്റെ പേരും ചോദിച്ച് എഴുതിക്കൊണ്ടുപോയി. അങ്ങനെയാണ് എന്റെ പേര് അങ്ങയുടെ ലിസ്റ്റിൽ വന്നത്. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, യുദ്ധത്തിന് പോകാനുള്ളവരുടെ കൂട്ടത്തിൽ അങ്ങന്റെ പേരെഴുതിയപ്പോൾ അല്ലാഹു അത് സ്വീകരിച്ചുപോയി. അതുകൊണ്ട് ഇനി എന്നെ ഒഴിവാക്കില്ലേ റസൂലേ, എന്നെ തഴയല്ലേ പ്രവാചകരേ. റാഫിയ ബിൻ ഖുദൈദ് റസൂലുള്ളാഹിനോട് പറയാ, അങ്ങ് പേരെഴുതിയപ്പോ തന്നെ അള്ളാഹു അത് സ്വീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എന്നെ ഒഴിവാക്കരുത്. റസൂലുള്ളാഹി നോക്കുമ്പോ റാഫിയ അല്പം വണ്ണമൊക്കെ ഉള്ള കുട്ടിയാ. ഒരാളോട് അത്യാവശ്യം പിടിച്ചു നിൽക്കാനൊക്കെ പറ്റും, മൽപ്പിടുത്തം നടത്തിയാലും പിടിച്ചു നിൽക്കാനൊക്കെ പറ്റുന്ന ഒരു കുട്ടിയാണ് റാഫിയ. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഏതായാലും നിന്റെ പേരെഴുതിയതല്ലേ, നീ ഒരു അത്യാവശ്യം ഒരാളായിട്ടൊക്കെ പിടിച്ചു നിൽക്കാനൊക്കെ പറ്റും, അതുകൊണ്ട് എന്തായാലും റാഫിയ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. റാഫിയന്റെ പേര് അതുപോലെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞപ്പോ സമൂറത്തോടി വന്ന്, നബിയെ എന്നാ പിന്നെ എന്നെ കൂടെ കൊണ്ടുപോയിക്കൂടെ? ഇതെന്തിനായി കുട്ടികൾ മത്സരിക്കുന്നത്? ഇങ്ങനെ ക്രിക്കറ്റ് കളിക്ക് പാസ് കിട്ടാനോ ടെന്നീസ് കളിക്ക് പാസ് കിട്ടാനോ അതിനും വേണ്ടിയിട്ടൊന്നും അല്ല ഈ കുട്ടികൾ മത്സരിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ട്, ആ പോരാട്ടത്തിൽ മരണപ്പെട്ടാൽ അടിവാരത്തിലൂടെ അരുവിയൊഴുകുന്ന സുന്ദരമായ സ്വർഗത്തിൽ കിടക്കാനുള്ള അടങ്ങാത്ത അഭിനിവേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കെഞ്ചുന്നത്. യുദ്ധത്തിന് പോകാൻ, മരിക്കാൻ വേണ്ടിയിട്ട് പോകാൻ, ദീനിന് വേണ്ടിയിട്ട് മരിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടാണ് ഈ കുട്ടികൾ പ്രവാചകന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മത്സരിക്കുന്നത്. അങ്ങനെ സമൂഹത്തിനൊരു ദുന്ദബാ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, റാഫിയ ബിൻ ഖുദൈദിനെ കൊണ്ടുപോകാമെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോയിക്കൂടെ പ്രവാചകരെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സമൂഹത്തെ നീ വരണ്ട. റാഫിയ എന്ന് പറഞ്ഞാൽ പ്രായം നിന്റെ പ്രായമേ ഉള്ളൂ എങ്കിലും റാഫിയയെ അത്യാവശ്യം ഒരാളോട് മൽപ്പിടുത്തം നടത്തിയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആളാണ്. അതുകൊണ്ട് റാഫിയനോടൊപ്പം നീ വരണ്ട എന്ന് പറഞ്ഞപ്പോൾ സമൂഹത്ത് റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ, വണ്ണത്തിലാണോ ആരോഗ്യമിരിക്കുന്നത്? തടിയിലാണോ ആരോഗ്യം ഇരിക്കുന്നത് നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സമൂഹത്ത് പറയാ. എന്നിട്ട് സമൂഹത്ത് ഒരു ജുന്തബ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, റാഫിയുടെ തടിയുണ്ട്, എനിക്ക് വണ്ണമില്ല, അതുകൊണ്ട് റാഫിന്റെ മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല, അതുകൊണ്ടാണല്ലോ എന്നെ കൊണ്ടുപോകാത്തത്. എന്നാൽ നബിയേ, ഞാനും റാഫിയും തമ്മിൽ ഒരു മൽപ്പിടുത്തം നടത്തട്ടെ, ആ മൽപ്പിടുത്തത്തിൽ ഞാൻ വിജയിച്ചാൽ എന്നെ കൊണ്ടുപോകുമോ? അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ മഹാനായ പ്രവാചകൻ പറഞ്ഞു, എന്നാൽ ഒരു മൽപ്പിടുത്തം നടക്കട്ടെ, ആ മൽപ്പിടുത്തത്തിൽ വിജയിച്ചാൽ കൊണ്ടുപോകാമെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ സമൂഹത്ത് ജുന്തബായും റാഫിയ ബിൻ ഖുദൈദും കൂടെ ഒരു മൽപ്പിടുത്തത്തിന് വേണ്ടിയിട്ട് തയ്യാറാകുകയാണ്. അവരതാ ഇറങ്ങുകയാണ്. സമൂഹത്ത് എന്ന് പറഞ്ഞ മെലിഞ്ഞ കുട്ടിയും റാഫിയ എന്ന് പറയുന്ന വണ്ണമുള്ള കുട്ടിയും തമ്മിൽ മൽപ്പിടുത്തം തുടങ്ങുകയാണ്. സഹാബാക്കളൊക്കെ വീർപ്പടക്കി നോക്കി നിൽക്കുകയാണ്. അതാ മൽപ്പിടുത്തം മൂർച്ഛിച്ചപ്പോൾ റാഫിയ എന്ന് പറയുന്ന വണ്ണമുള്ള കുട്ടി സമൂഹത്തിന് ജുന്തബ എന്ന് പറയുന്ന ചെറിയ കുട്ടിയെ പരാജയപ്പെടുത്തുമെന്ന ഘട്ടം വന്നപ്പോൾ സമൂഹത്തിന് ജുന്തബ എന്ന് പറയുന്ന മെലിഞ്ഞ കുട്ടി റാഫിയന്റെ ചെവിയിലേക്ക് തന്റെ ചുണ്ട് ചേർത്ത് വെച്ചിട്ട് ഉറച്ച വിളിയെന്ന് വിളിക്കുകയാണ്, റാഫിയേ. മൽപ്പിടുത്തത്തിന്റെ ഇടയിൽ സമൂഹത്തിന് ജുന്തബ എന്ന് പറയുന്ന മെലിഞ്ഞ കുട്ടി റാഫിയന്റെ ചെവിയിലേക്ക് തന്റെ ചുണ്ട് ചേർത്ത് വെച്ചിട്ട് വിളിയ, എടാ റാഫിയേ. അപ്രതീക്ഷിതമായ വിളി കേട്ട് റാഫിയ അമ്പരന്നു പോയി. റാഫിയന്റെ പിടുത്തമൊന്ന് അയഞ്ഞു. റാഫിയ ചോദ്യഭാവത്തോടെ സമൂഹത്തിന്റെ മുഖത്ത് നോക്കിയപ്പോൾ സമൂഹത്ത് റാഫിയന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നു, എടാ റാഫിയേ, എനിക്കൊന്ന് തോറ്റു തരുമോടാ, എനിക്കൊന്ന് തോറ്റു തരുമോടാ, നീ എനിക്കൊന്ന് തോറ്റു തന്നാൽ അല്ലാഹുവിന്റെ റസൂൽ എന്നെയും യുദ്ധത്തിന് കൊണ്ടുപോകുമെടാ, എനിക്കും രണാങ്കണത്തിലേക്ക് വരാൻ പറ്റുമെടാ, എനിക്ക്
എനിക്കും സഹാബാക്കളോടൊപ്പം പോരാട്ടത്തിലേർപ്പെടാൻ കഴിയുമോ? എനിക്കും യുദ്ധം ചെയ്യാൻ കഴിയുമെടാ. ദീനിനെതിരെ പോരാട്ടത്തിന് വേണ്ടിയിട്ട് വരുന്ന കുഫാറുകളോട് പടവെട്ടാൻ അടങ്ങാത്ത മോഹമുണ്ടടാ, അടങ്ങാത്ത ദാഹമുണ്ടടാ. സ്വർഗത്തിൽ പോകാൻ മോഹമുണ്ടടാ, രക്തസാക്ഷിത്വം വഹിക്കാൻ ദാഹമുണ്ടടാ. അത് ദീനിന് വേണ്ടി പടമൊരുതിയിട്ട് സ്വർഗത്തിൽ പോകാൻ അടങ്ങാത്ത മോഹമാണടാ. അതുകൊണ്ട് എനിക്കൊന്ന് തോറ്റു തരുമോടാ? റാഫിയബിന് ഹുദൈജിന്റെ ചെവിയിലേക്ക് തന്റെ ചുണ്ട് ചേർത്ത് വെച്ചിട്ട് ചോദിച്ചപ്പോൾ റാഫിയബിന് ഹുദൈജ് തോറ്റു കൊടുക്കുകയാണ്. റാഫിയബിന് ഹുദൈജ് സമൂറത്ത് ബിൻ ജുന്ദബായിക്ക് തോറ്റുകൊടുത്തു. അവസാന സമൂറത്ത് റാഫിയനെ മലർത്തിയടിച്ച് റാഫിയന്റെ നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ ഇനി എന്നെ കൊണ്ടുപോകില്ലേ? അങ്ങനെ സമൂറത്തും റാഫിയും കൂടെ യുദ്ധത്തിന് പോയി. ആ ചരിത്രം ഇനിയുമുണ്ട്. രണാങ്കണത്തിൽ വെച്ചവര് ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ അത് വിശദീകരിക്കാൻ സമയമില്ല. ഈ കുട്ടികളെ ഇതിന് പ്രേരിപ്പിച്ചതെന്താ? ചെറുപ്പകാലത്ത് തന്നെ അവരുടെ ഹൃദയത്തിൽ ഉറച്ച വിശ്വാസമുണ്ടല്ലോ, അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ കലിമത്ത് തൗഹീദിൽ അധിഷ്ഠിതമായ വിശ്വാസം. ആ വിശ്വാസമാണ് അവരെ ഇതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്. ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അവർ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായത്. അതിന് വേണ്ടിയിട്ടാണ് അവർ മത്സരിച്ചത്. അപ്പോഴൊക്കെ അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ സ്നേഹവും താല്പര്യവും പ്രതിബദ്ധതയും പ്രവാചകന്റെ വാക്കുകളിലുള്ള വിശ്വാസവും ഒക്കെയാണ് അവരെ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ അവർക്ക് പ്രേരണ നൽകിയത്.